ഡിസംബർ 21 തിയേറ്ററുകളിലേക്ക് എത്തി ഇപ്പോഴത്തെ പുതുവർഷത്തിലേക്ക് എത്തപ്പെട്ട 11 ദിവസങ്ങൾ പിന്നിട്ട ലാലേട്ടൻ നായകനെത്തിയ നേരിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് നേട്ട റിപ്പോർട്ടുകളാണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിച്ച ലാലേട്ടൻ ജിത്തു ജോസഫ് കോംബോയിൽ പിറന്ന 10 വർഷങ്ങൾക്ക് മുന്നേ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയാണല്ലോ ദൃശ്യം. അതേ ദൃശ്യത്തിന്റെ ഫൈനൽ കളക്ഷൻ ഇപ്പോഴത്തെ ഒരു കോർട്ട് റൂം ഇമോഷണൽ ഡ്രാമ വെച്ച് നേര് എന്ന സിനിമ മറികടന്നിരിക്കുകയാണ്. 2013 തിയേറ്ററുകളിലേക്ക് എത്തിയ ദൃശ്യം വേൾഡ് വൈഡ് നിന്നായിട്ട് 65 കോടിയായിരുന്നു കളക്ഷൻ നേടിയെടുത്തത്. ഇപ്പോഴത്തെ അതേ ടീമിന്റെ ഏറ്റവും പുതിയ മലയാളം സിനിമ നേര് തിയേറ്ററുകളിലെ തരംഗമായി ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമ ദൃശ്യത്തിന്റെ ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ മറികടന്നിരിക്കുകയാണ്. നേരത്തെ ജനഗണമന, ഹൃദയം തുടങ്ങിയ സിനിമകളെല്ലാം തന്നെ മറികടന്ന നേരിന് ഇനി മുന്നിൽ മറികടക്കാനായിട്ടുള്ള പ്രധാനപ്പെട്ട സിനിമകൾ കായംകുളം കൊച്ചുണ്ണി, പ്രേമം, ഒപ്പം തന്നെ രോമാഞ്ചം എന്നീ സിനിമകളാണ്. ഒരു 10 കോടി രൂപ കൂടി വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ 3 സിനിമകളുടെയും വേൾഡ് വൈഡ് കളക്ഷൻ നേര് മറികടക്കുന്നതാണ്. അത് മറികടക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. അതിനുമപ്പുറം ഏത് ലെവൽ റേഞ്ചിലേക്ക് നേരി പോകുമെന്നാണ് നാം ഉറ്റുനോക്കുന്നത്. നേരിന്റെ അടുത്തൊരു ബോക്സ് ഓഫീസ് നേട്ടത്തിലേക്ക് വരികയാണെങ്കിൽ 11 ദിവസങ്ങൾ പിന്നിട്ട സിനിമ തുടർച്ചയായിട്ട് 10 ദിവസങ്ങളല്ല, തുടർച്ചയായിട്ട് 11 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിൽ 2 കോടി കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമയായിട്ട് നേരി മാറിയിരിക്കുകയാണ്. ഇതിനു മുന്നേ 10 ദിവസങ്ങൾ തുടർച്ചയായിട്ട് 2 കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ കളക്ഷൻ നേടിയെടുത്ത സിനിമകളായിട്ട് 6 സിനിമകളാണുള്ളത്. ആ സിനിമകളിലേക്ക് വരികയാണെങ്കിൽ അതിൽ 4 സിനിമകളിലും ലാലേട്ടൻ ഭാഗമാണ്. ഇപ്പോഴത്തെ നേര് എന്ന സിനിമ 6ാമത്തെ സിനിമയായിട്ട് ഇടം പിടിക്കുമ്പോൾ മറ്റ് സിനിമകളിലെ ലാലേട്ടൻ്റെ പുലിമുരുകൻ, ലൂസിഫർ, ഒപ്പം തന്നെ ലാലേട്ടൻ ഭാഗമായ ജയിലർ എന്ന രജനീകാന്ത് നായകനെത്തിയ സിനിമ എല്ലാം തന്നെ തുടർച്ചയായിട്ട് 10 ദിവസങ്ങൾ കേരളത്തിൽ നിന്നും 2 കോടി വീതം കളക്ഷൻ നേടിയെടുത്ത സിനിമകളാണ്. ലാലേട്ടൻ ഭാഗമായ ഈ 4 സിനിമകൾ കൂടാതെ മറ്റ് 2 സിനിമകളായിട്ട് ബാഹുബലി 2, KGF ചാപ്റ്റർ 2 തുടങ്ങിയ സിനിമകൾ കൂടി കേരള ബോക്സ് ഓഫീസിൽ തുടർച്ചയായിട്ട് 2 കോടിക്ക് മുകളിൽ 10 ദിവസങ്ങളിൽ കളക്ഷൻ നേടിയെടുത്ത സിനിമകളാണ്. ഈ പറഞ്ഞ 6 തിയേറ്റർ മെറ്റീരിയൽ സിനിമകളിൽ തികച്ചും വ്യത്യസ്തമായ സിനിമയാണ് നേര് എന്ന് ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. എന്നിട്ടും ഈ ഒരു നേട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ക്ലീശയാണെങ്കിൽ കൂടി ഒരിക്കൽ കൂടി പറയുന്നു, ലാലേട്ടന്റെ സ്റ്റാർഡം റേഞ്ച് എല്ലാം തന്നെ ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നതാണ് നേരിന്റെ ആ ഒരു ബോക്സ് ഓഫീസ് പ്രകടനം. വീഡിയോ അവസാനത്തിലേക്ക് വരികയാണെങ്കിൽ പുലിമുരുകൻ, ലൂസിഫർ എന്നീ സിനിമകൾക്ക് ശേഷം ലാലേട്ടന്റെ ഏറ്റവും കൂടുതൽ വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമ കൂടിയായിട്ട് നേര് മാറിയിരിക്കുകയാണ്. നേരിന്റേത് വെറും ഒരു തുടക്കം മാത്രമാണ്. ഈ ഉയർന്ന ടിക്കറ്റ് റേറ്റ് സാഹചര്യത്തിൽ ഇനിയും ഒരുപാട് നേട്ടങ്ങൾ നേരിന് പിന്നാലെ വരാനിരിക്കുന്ന ലാലേട്ടന്റെ അടുത്ത സിനിമകൾക്ക് നേടിയെടുക്കാനായിട്ടുണ്ട്. കാത്തിരിക്കൂ ആ സിനിമകളെ കുറിച്ചുള്ള വാർത്തകൾ കേൾക്കുവാനായിട്ട്.